Dear student, ഇന്ന് ഈ സ്ലൈഡോടെ നമ്മുടെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടേത് തീരും. ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തു. ഇന്ന് എടുക്കുന്നത് ജനറൽ ഇൻഷുറൻസും ടൈപ്പ് ഓഫ് ജനറൽ ഇൻഷുറൻസ് ആണ്. ഇത് കൃത്യമായിട്ട് മൊഡ്യൂളിൽ പറയുന്നില്ലെങ്കിൽ പോലും നമ്മൾ ഈ ഭാഗം കൂടി ഒന്ന് കവർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം GIC എന്താണെന്ന് നോക്കാം. ഇത് 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് GIC ജനറൽ ഇൻഷുറൻസ് ആണ്. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ. എന്താണ് GIC ഇൻഷുറൻസ് contract do not come under the range of life insurance are called general insurance. LICയിൽ പെടാത്ത ലൈഫ് ഇൻഷുറൻസിൽ പെടാത്ത ഏത് ഇൻഷുറൻസിന് നമുക്ക് GIC എന്ന് പറയാം. The different forms of general insurance are fire, marine, motor incident and other miscellaneous non-life insurance. ജനറൽ ഇൻഷുറൻസ് കവർ ചെയ്യുന്നപ്പോഴും നോൺ ലൈഫ് ഇൻഷുറൻസുകളാണ്, അതായത് ജീവനില്ലാത്തതാണ് ഏറ്റവും കൂടുതൽ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജനറൽ ഇൻഷുറൻസ് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ GICയും LICയും തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നു. ഇവിടെ നമ്മൾ പറയുന്നത് അതിൻ്റെ ടൈപ്സുകളാണ്. പ്രധാനമായിട്ട് 3 മെയിൻ കാറ്റഗറിയാണുള്ളത്. ഒന്ന് പ്രോപ്പർട്ടി ഇൻഷുറൻസ്, ലയബിലിറ്റി ഇൻഷുറൻസ് ആൻഡ് അതർ ഫോംസ് ഓഫ് ഇൻഷുറൻസ്. പ്രോപ്പർട്ടി ഇൻഷുറൻസിൽ ഫയർ ഇൻഷുറൻസ്, മറൈൻ ഇൻഷുറൻസ്, മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ്, ബൾഗറി ഇൻഷുറൻസ്, പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ്, റൂറൽ ഇൻഷുറൻസ്, ബാഗേജ് ഇൻഷുറൻസ്, എംപ്ലോയീസ് ലയബിലിറ്റി ഇൻഷുറൻസ്, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ്, ഫിഡാലിറ്റി ഗ്യാരണ്ടി ഇൻഷുറൻസ്, സോഷ്യൽ ഇൻഷുറൻസ്, പേഴ്സണൽ ഇൻഷുറൻസ് ദാറ്റ് മീൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് പ്രോപ്പർട്ടി ഇൻഷുറൻസ്. ഇനി അടുത്ത സ്ലൈഡിൽ നമുക്ക് ഓരോന്ന് കൃത്യമായിട്ട് നോക്കാം. ഓക്കെ, ഈ ടൈപ്സ് ഓഫ് ഫയർ ഇൻഷുറൻസിൽ വാല്യൂഡ് ഇൻഷുറൻസ്, വാല്യബിൾ ഇൻഷുറൻസ്, സ്പെസിഫിക് പോളിസി, ഫ്ലോട്ടിംഗ് പോളിസി, കോംപ്രഹെൻസീവ് പോളിസിയാണ്. അതിൽ വാല്യൂഡ് പോളിസി എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത തുകയ്ക്ക് നമ്മൾ ഇൻഷുറൻസ് ചെയ്യുന്നു. നമുക്ക് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര രൂപയാണോ നമ്മുടെ വസ്തുവിന് തീരുമാനിച്ചിട്ടുള്ളത്, ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപയാണെങ്കിൽ ആ 5 ലക്ഷം രൂപ ഒക്കെ ഇൻഷുർ ചെയ്യുന്നു. ഡാമേജ് സംഭവിച്ചാൽ ആ എമൗണ്ട് ലഭിക്കുകയും ചെയ്യുന്നതാണ് വാല്യൂഡ് പോളിസി. ഇനി വാല്യുബിൾ പോളിസി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻഷുറൻസ് തുക ലഭിക്കുക നമ്മുടെ വസ്തുവിനോ മറ്റു പ്രോപ്പർട്ടിക്കോ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടിക്ക് ഇപ്പോൾ എത്ര മാർക്കറ്റ് വാല്യൂ ഉണ്ട് അത് തരുന്നതാണ് എന്ത് വാല്യുബിൾ പോളിസി. അത് സ്പെസിഫിക് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം കൂടെ ഇതിൽ നമ്മൾക്ക് വിശദമാക്കാൻ പറ്റും. ഒരു 80,000 രൂപയുടെ വസ്തുവാണെങ്കിൽ നമ്മൾ 50,000 രൂപയാണ് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന നഷ്ടം 35,000 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 35 കിട്ടും. നേരെ മറിച്ച് നമ്മൾ എടുത്തത് 50,000 രൂപയുടെ ഇൻഷുറൻസും എന്നാൽ നഷ്ടം സംഭവിച്ചത് 77 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ കമ്പനി നൽകുക നമ്മൾക്ക് എത്ര തരുള്ളൂ, നമ്മൾ ഇൻഷുറൻസ് എടുത്ത 50,000. അത് നിങ്ങൾ എത്ര രൂപയുടെ സ്പെസിഫിക് ആയിട്ടാണ് എമൗണ്ട് മെൻഷൻ ചെയ്തത് ഇൻഷുറൻസ് അത്ര മാത്രം നൽകുന്നതാണ് സ്പെസിഫിക് പോളിസി എന്ന് പറയുന്നത്. ഫ്ലോട്ടിംഗ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് ഒരു ബിസിനസ്സുകാരന് അദ്ദേഹത്തിൻ്റെ സ്റ്റോക്കൊക്കെ ഡിഫറെൻറ്റ് സ്ഥലത്തായിരിക്കും. അപ്പോൾ ഓരോ സ്ഥലത്ത് പോയിട്ട് ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത്രയും ഡിഫറെൻറ്റ് ലൊക്കാലിറ്റി കിടക്കുന്ന വസ്തുക്കൾ ഒരൊറ്റ പ്രീമിയം എടുക്കുന്നതാണ് ഫ്ലോട്ടിംഗ് പോളിസി. കോംപ്രഹെൻസീവ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ മാത്രം മൂലം നമുക്ക് നഷ്ടം സംഭവിക്കാതിരിക്കുക, വേറെയും കുറേ കാരണങ്ങൾ കൊണ്ട് നഷ്ടം സംഭവിക്കുക വസ്തുവിന്. അതായത് ആ ഫയർ ഒന്നാണ്, എക്സ്പ്ലോഷൻ എന്തെങ്കിലും സ്ഫോടനം, ലൈറ്റിങ് അതായത് ഇടിവെട്ട്, അതിൽ ബൾഗറി അതായത് മോഷണം, റയോട്ട്സ് കലാപം, ലേബർ ഡിസ്റ്റർബൻസ് തൊഴിലാളികൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നം, അതും ചിലപ്പം സ്ഥാപനത്തിൽ നഷ്ടം സംഭവിക്കും. ഇത്രയും കാര്യങ്ങൾ മൊത്തമായിട്ട് കവർ ചെയ്യുന്നതാണ് കോംപ്രഹെൻസീവ് പോളിസി. ഓക്കെ, ഓഫ് മറൈൻ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ 3 എണ്ണമാണ്. ഹൾ ഇൻഷുറൻസ്, കാർഗോ ഇൻഷുറൻസ്, മറൈൻ കാർഗോ ഇൻഷുറൻസ്. അതിൽ ഹൾ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഷിപ്പിൻ്റെ ഫുൾ ബോഡിക്കുള്ള കവറേജ്. ഹൾ റെഫേഴ്സ് ടു ദ മെയിൻ ബോഡി ഓഫ് ദ ഷിപ്പ്. ഷിപ്പിൻ്റെ ബോഡി കവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻഷുറൻസ് ആണ് ഹൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. കാർഗോ ഇൻഷുറൻസ് ആണ്, ആ പേര് തന്നെ ഉണ്ടല്ലേ, നമ്മൾ കൊണ്ടുപോകുന്ന കാർഗോ സാധനങ്ങൾക്ക് കവർ ചെയ്യുന്നതാണത് കാർഗോ ഇൻഷുറൻസ്. മറൈൻ കാർഗോ എന്ന് പറഞ്ഞാൽ യാത്രക്കാരുണ്ടാവും അല്ലേ, അതുപോലെ തന്നെ കാർഗോ ഉണ്ടായിരിക്കും. അപ്പോൾ 2 ടീമിന് അതാണ് ഈസ് എ ക്ലാസ് ഓഫ് പ്രോപ്പർട്ടി ഇൻഷുറൻസ് ദാറ്റ് ഇൻഷുർ ദ പ്രോപ്പർട്ടി വിൽ ട്രാൻസിസ്റ്റ് against the loss or damage arising from the perils associated with the navigation of sea or air and subsequent land and inland water. അതൊരു കപ്പൽ യാത്ര തുടങ്ങി കഴിഞ്ഞാൽ അത് ഒരു സ്ഥലം ഒരു ഒറിജിൻ തൊട്ട് ഒരു പർട്ടിക്കുലർ ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ ഇതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന ഏത് തരത്തിലുള്ള കപ്പൽ യാത്രയിൽ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള പെറിൽസിനെയും കവർ ചെയ്യുന്നതാണ്
മറൈൻ കാർഗോ ഇൻഷുറൻസ്. ഓക്കെ, അടുത്തത് കൈൻഡ്സ് ഓഫ് മറൈൻ പോളിസികൾ. ഏതൊക്കെ പോളിസി ഉണ്ട്? ഒന്ന് വോയേജ് പോളിസിയാണ്. അത് ഒറിജിൻ ടു ഡെസ്റ്റിനേഷൻ ആണ്. ഒരു സ്ഥലത്ത് നിന്ന് കയറ്റി മറ്റു സ്ഥലത്തേക്ക് എത്തുമ്പോൾ വരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരിടാനുള്ളതാണ് വോയേജ് പോളിസി. ഇനി മിക്സ്ഡ് പോളിസി ഉണ്ട്. അത് ഡീൽ ചെയ്യുന്നത് വോയേജ് എന്ന് പറഞ്ഞാൽ കപ്പൽ യാത്രയ്ക്കാണ്. വോയേജ് പ്ലസ് ടൈം കൂടിയും പരിഗണിക്കും. ഇത്ര സമയത്തിനുള്ളിൽ ഇന്ന പോർട്ടിൽ എത്തണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ആ പോർട്ടിൽ എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ലോസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ലോസൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വോയേജ് ആൻഡ് ടൈം എടുക്കുന്നത്. അടുത്തത് പറയുന്നതാണ് എന്ത്? അൺവാലിഡ്. നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല ചില ലോസുകൾ. ഓക്കെ, പിന്നെ പറയുന്നത് ബ്ലാങ്കറ്റ് പോളിസിയാണ്. ഇതൊന്ന് വായിച്ച് നോക്കണം. ബ്ലാങ്കറ്റ് ആ പേരിലൊരു പ്രത്യേകത ഉണ്ടെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ദിസ് പോളിസി ഈസ് ടേക്കൺ ടു കവർ ദ ലോസ് വിത്തിൻ എ പർട്ടിക്കുലർ ടൈം ആൻഡ് പ്ലേസ്. അല്ലേ, ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇത്ര ഇന്ന പോർട്ടിൽ ഇന്ന പ്ലേസിൽ നമ്മൾ എത്താമെന്ന് പറയും. ആ ടൈമിൽ നമുക്ക് എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചരക്കുകൾ അവിടെ ചിലപ്പം ഇറക്കാൻ സമ്മതിക്കണം എന്നില്ല. അപ്പം അതിലൂടെ ഉണ്ടാകുന്ന ലോസുകളൊക്കെ കവർ ചെയ്യാൻ നമുക്ക് ബ്ലാങ്കറ്റ് പോളിസി അഡോപ്റ്റ് ചെയ്യാം. അടുത്തത് ടൈം ബേസ്ഡ് ആണ്. ടൈം പോളിസി ആണ് ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. ഇതൊക്കെ നമ്മൾ പറഞ്ഞാണ്. അതിൽ വാലിഡ് പോളിസി നമ്മൾ നേരത്തെ പഠിച്ചു. പിന്നെ പറയുന്നത് വാലിഡ് പോളിസി ആണ് ഓൾറെഡി നമ്മുടെ ഷിപ്മെൻറ്റിൽ ഉണ്ടാകുന്ന വസ്തുക്കളുടെ വാല്യൂ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യും. എന്നിട്ട് ലോസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നൽകുന്നത്. കാർഗോ പോളിസി ഉണ്ട്. ഓൺലി ഫോർ എ പർട്ടിക്കുലർ കാർഗോ. കാർഗോ എന്ന് പറഞ്ഞാൽ അതിൽ കയറ്റുന്ന ചരക്കുകൾക്ക് മാത്രമാണ്, ഷിപ്പിന് ഉണ്ടാവില്ല. അതാണ് കാർഗോ പോളിസി. നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി പറയുന്നത് ദ കൈൻഡ്സ് ഓഫ് മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് ആണ്. ഇത് നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ്. നമ്മൾ ബമ്പർ ടു ബമ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ കാര്യമായിട്ട് നമുക്ക് പറയാനുള്ളത് തേർഡ് പാർട്ടി പോളിസിയും കോംപ്രഹെൻസീവ് പോളിസിയാണ്. തേർഡ് പാർട്ടി നമ്മൾക്ക് എന്താണെന്നറിയാം. തേർഡ് പാർട്ടിക്ക് മാത്രം, വണ്ടിക്കും പറ്റില്ല, വണ്ടി ഡ്രൈവർക്കും കിട്ടില്ല. ഈ വണ്ടി മൂലം വേറെ ആക്കാണോ, അത് തേർഡ് പാർട്ടിക്കാണോ നഷ്ടം സംഭവിക്കുന്നത്, അതാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. നേരെ മറിച്ച് കോംപ്രഹെൻസീവ് പോളിസി എന്ന് പറഞ്ഞാൽ ഓൾ ഓവർ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നതാണ്. ഡ്രൈവർക്ക്, വാഹനത്തിന്, മറ്റ് തേർഡ് പാർട്ടിക്ക് കൂടി കവർ ചെയ്യുന്നതാണ്. ഡാമേജ് ടു ബോഡി, ചാർജസ് ഓഫ് റിപ്പയർ, തേർഡ് പാർട്ടി ലയബിലിറ്റീസ്, മെഡിക്കൽ എക്സ്പെൻസ് എല്ലാം കവർ ചെയ്യുന്നതാണ് കോംപ്രഹെൻസീവ്. ഇന്ന് നമ്മൾ ബമ്പർ ടു ബമ്പർ എന്നൊക്കെ പറയുന്നത് പോലെ. ഓക്കെ, അപ്പോൾ നമ്മൾ മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ട് തരത്തിലുള്ള ഇൻഷുറൻസ് ആണ്. ഒന്ന് ബർഗ്ലറി ഇൻഷുറൻസും ഒന്ന് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസും. ബർഗ്ലറി ഇൻഷുറൻസ് agrees to pay or agreed to cover the financial losses due to the theft, house breaking. നമ്മളെ വീട്ടിൽ ആരില്ലാത്ത സമയത്ത് മോഷണം നടത്തുക, അതുപോലെ തന്നെ വീട്ടിൽ അതിക്രമിച്ച് കയറുക, അങ്ങനെ ഉണ്ടാകുന്ന നഷ്ടങ്ങളെ കവർ ചെയ്യുന്നതാണ് എന്ത്? ബർഗ്ലറി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇനി പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് നോക്കാം. പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് is an agreement between the insurance company and the person insured, where the former will provide the financial compensation to the latter, his or her family, in case of permanent disability, death caused directly and due to the any accident. എന്ത് തരത്തിലുള്ള ആക്സിഡൻ്റ് ആണെങ്കിലും, അത് വാഹന ആക്സിഡൻ്റ് ആകാം, തീപിടുത്തമാകാം, വേറെ എന്തും ആകാം. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ, അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, അയാളുടെ ഫാമിലി മെമ്പേഴ്സിന്, ഇനി മരണപ്പെടേണ്ട, ചിലപ്പോൾ മരിച്ചതിന് തുല്യമായ ഡിസേബിലിറ്റി സംഭവിക്കാം. അങ്ങനത്തെ ഡിസേബിലിറ്റി സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കൊരു പ്രൊട്ടക്ഷൻ നൽകുന്നതാണ് എന്ത്? പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് കേരളത്തിൽ കൂടുതൽ ആളുകൾ എടുക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഫ്ലഡ്സ്, ഇപ്പോൾ പറയുന്ന പലതരത്തിലെ എപ്പിഡമിക്സ് ഇതൊക്കെ വരുന്നത് കൊണ്ട്, പാൻഡമിക് ഒക്കെ വരുന്നത് കൊണ്ട് ജനങ്ങൾ ഇത് എടുക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഇത് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ്. ഒരിക്കലും നമ്മളെ ലൈഫിനെ പറ്റി നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ലാത്തത് കൊണ്ട്, എന്ത് സംഭവിക്കുന്നത് പറയാൻ പറ്റാത്തത് കൊണ്ട് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് എല്ലാവരും എടുക്കുന്നത് നല്ലതാണ്. ഇനി പറയുന്നത് ബാഗേജ് ഇൻഷുറൻസ്, അതുപോലെ തന്നെ റൂറൽ ഇൻഷുറൻസ്. ബാഗേജ് ഇൻഷുറൻസ് ഈസ് എ ഫോം ഓഫ് ട്രാവൽ ഇൻഷുറൻസ്. ഒരു ട്രാവൽ ഇൻഷുറൻസ് ആണ് ദാറ്റ് പ്രൊവൈഡ് കവറേജ് ഇൻ കേസ് ഓഫ് വൺസ് ചെക്ക്ഡ് ഓർ ക്യാരി ഓൺ ലാഗേജ് ഇൻ ലോസ്, സ്റ്റോളൻ, ഡാമേജ്. നമ്മളിപ്പോൾ ദൂരയാത്ര പോകുമ്പോൾ നമുക്ക് ബാഗേജ് കയ്യിലുണ്ടായിരിക്കും. അതിൽ വളരെ വാല്യൂഡ് ഡോക്യുമെൻറ്റ്സ്, പണം, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ നഷ്ടം കവർ ചെയ്യാനുള്ളതാണ് എൻ്റെ ബാഗേജ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അടുത്താണ് റൂറൽ ഇൻഷുറൻസ്. റൂറൽ ഇൻഷുറൻസ് ഈസ് ബേസിക്കലി ഇൻഷുറൻസ് ദാറ്റ് ഹാവ് ബീൻ ക്രിയേറ്റഡ് ഫോർ എ rural public to insure their business such as poultry, cattle, farming, etc. Individuals can claim the benefits in the case of death, animals, loss of
ക്രോപ്പ് എവറിത്തിങ്. റൂറൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമീണ മേഖലയിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതാണെന്ത് റൂറൽ ഇൻഷുറൻസ്. പ്രത്യേകിച്ച് ആ ഒരു പൗൾട്രി, ഈ വളർത്തുമൃഗങ്ങൾ, അതുപോലെ തന്നെ അത് കാറ്റിൽ ഫാമിങ് എക്സെട്ര, അങ്ങനെ അതുപോലെ തന്നെ ക്രോപ്സ്, വിളകൾ നഷ്ടപ്പെടുക, ഇതൊന്നൊക്കെ കവർ ചെയ്യുന്നതാണ് എന്ത് റൂറൽ ഇൻഷുറൻസ്. ഇത് ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. വാട്ട് യു മീൻ ബൈ റൂറൽ ഇൻഷുറൻസ്? നമ്മൾ ലാബിലിറ്റി ഇൻഷുറൻസ് ആണ്. ടൈപ്സ് ഓഫ് ലാബിലിറ്റി ഇൻഷുറൻസിൽ പ്രധാനമായിട്ടും എംപ്ലോയർ ലാബിലിറ്റി ഇൻഷുറൻസ് ഉണ്ട്. എംപ്ലോയർ ലാബിലിറ്റി ഇൻഷുറൻസ് വിൽ എനേബിൾ യു ടു മീറ്റ് ദ കോസ്റ്റ് ഓഫ് കോമ്പൻസേഷൻ ഫോർ യുവർ എംപ്ലോയീസ് ഇൻജുറീസ്, ഇൽനസ്, വെദർ ദേ ആർ കോസ്ഡ് ഓൺ ഓർ ഓഫ് സൈറ്റ്. ഒരു എംപ്ലോയിക്ക് നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഞ്ചുറീസ്, അത് അപകടങ്ങൾ, അതുപോലെ തന്നെ അസുഖങ്ങൾ, അത് അവർ സൈറ്റിലാണെങ്കിലും ഓഫ് ദ സൈറ്റിലാണെങ്കിലും കവർ ചെയ്യാൻ എടുക്കുന്നതാണ് ഇൻഷുറൻസാണ് എംപ്ലോയർ ലാബിലിറ്റി ഇൻഷുറൻസ്. അതുപോലെ തന്നെയാണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ്. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1948 ESI ആക്ട്, അതായത് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് പ്രകാരം ഒരു സ്ഥാപനത്തിൽ 10 അതിൽ കൂടുതലോ അംഗങ്ങൾ ഉണ്ടെങ്കിൽ അവിടുത്തെ ആ തൊഴിലാളികൾ ESI ആനുകൂല്യം ലഭിക്കണം. ESI എന്ന് പറയുന്നത് ഇൻഷുറൻസ് കവറേജ് തന്നെയാണ് എംപ്ലോയീസിനുള്ളത്. അതിലേക്കുണ്ടാകുന്ന കോൺട്രിബ്യൂഷൻ എംപ്ലോയി അദ്ദേഹത്തിന് കിട്ടുന്ന വേജിൻ്റെ 0.75%, എംപ്ലോയർ 3.25% അടയ്ക്കണം. അതാണ് എംപ്ലോയർ സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ഫിഡാലിറ്റി ഗ്യാരണ്ടി ഇൻഷുറൻസ് ആണ്. ഫിഡാലിറ്റി ഗ്യാരണ്ടി ഇൻഷുറൻസ് പറഞ്ഞാൽ ഒരു തൊഴിലാളി ഒരു സ്ഥാപനത്തിൽ എന്തെങ്കിലും ഫ്രോഡിസം കാട്ടിയിട്ട് പണമോ മറ്റോ അപഹരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നഷ്ടം കവർ ചെയ്യാനുള്ളതാണ് ഫിഡാലിറ്റി ഇൻഷുറൻസ്. നോക്കുക, ഇത് പോളിസി കവർ ദ ലോസസ് സസ്റ്റൈൻഡ് ബൈ ദ എംപ്ലോയർ ആസ് എ റിസൾട്ട് ഓഫ് എൻ ആക്ട് ഓഫ് ഫോർജറി, ഫ്രോഡ് ഓർ ഡിസോണസ്റ്റി ഫ്രം ആൻ എംപ്ലോയർ. ഇനി അതർ ഫോംസ് ഓഫ് ഇൻഷുറൻസ് ആണ് സോഷ്യൽ ഇൻഷുറൻസ്. അതിൽ സിക്നസ് ഇൻഷുറൻസ് ഉണ്ട്, ഡിസേബിൾമെൻറ്റ് ഇൻഷുറൻസ്. നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഭാഗം കുഴയുകയോ അല്ലെങ്കിൽ ഫ്രീസ് ആവുകയോ പാരലൈസ്ഡ് ആവുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് ഡിസേബിൾമെൻറ്റ് ഇൻഷുറൻസ്. ഓൾഡ് ഏജ് ഇൻഷുറൻസ്, ആക്സിഡൻറ്റ് ഇൻഷുറൻസ്, മാറ്റേണിറ്റി ഇൻഷുറൻസ്, പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ്. ഇതിൻ്റെ പേരിൽ തന്നെ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാം, അത്രേ ചോദിക്കുള്ളൂ പരീക്ഷയ്ക്ക്. ഓക്കെ. പിന്നെ പറയുന്നത് പേഴ്സണൽ ഇൻഷുറൻസ് ആണ്. അത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ദ പേഴ്സണൽ ഇൻഷുറൻസ് കവർ ദ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ആൻഡ് മെഡിക്ലെയിം. ഇത്രയേ ഉള്ളൂ. 2-3 പ്രാവശ്യം വായിച്ചു നോക്കുക, എന്നിട്ട് മനസ്സിലാകാത്തതിനോട് ചോദിക്കുക. താങ്ക് യു വെരി മച്ച്. ഇതോടെ നമ്മളെ ഭാഗങ്ങളെല്ലാം തീർന്നു. ഓക്കെ.